വെൽക്കം, തഹമനാണ്. ഹെമാറ്റനിക്സ് വീഡിയോ സീരീസ് നമ്മൾ ഈ വീഡിയോ ഫോളിക് ആസിഡിനെ കുറിച്ചിട്ടാണ്. ഫോളിക് ആസിഡിനെ കുറിച്ച് പറയുമ്പോൾ മെഗാലോപ്ലാസ്റ്റിക് അനീമിയെ കുറിച്ചും പറയണം. നമ്മൾ അയൺ പ്രിപ്പറേഷൻസ് ഹെമാറ്റനിക്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. വൈറ്റമിൻ B12 അപ്പോൾ നമ്മൾ കുറച്ച് മെഗാലോപ്ലാസ്റ്റിക് അനീമിയെ കുറിച്ചും പറഞ്ഞു. ഫോളിക് ആസിഡ് ബി ഗ്രൂപ്പ് വൈറ്റമിൻ ആണ്, നമുക്ക് B9 ആണ് എന്ന് പറയാം. ആൻഡ് അനീമിയൽ ഹിമാറ്റനിക്സിൽ നമ്മൾ വൈറ്റമിൻ B9 ഓർ ഫോളിക് ആസിഡ് ഡിസ്കസ് ചെയ്യാൻ കാരണം ഇത് ബ്ലഡിന്റെ RBCയുടെ മെച്ചുറേഷൻ ഫാക്ടർ ആണ് എന്നതുകൊണ്ടാണ്. മെച്ചുറേഷൻ ഫാക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ ഹിമാറ്റനിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഫോളിക് ആസിഡ് ഒരു യെല്ലോ ക്രിസ്റ്റൽ ആണ്, വെള്ളത്തിൽ സോലുബിൾ അല്ല, പക്ഷേ സോഡിയം സോൾട്സ് ആർ സോലുബിൾ ആണ്. കെമിക്കലി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ടെറിഡിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ദെൻ പാരാ അമിനോ ബെൻസോയിക് ആസിഡ് പാബ എന്ന് പറയുന്ന ഭാഗമുണ്ട്. പിന്നെ ഉള്ളത് ഗ്ലൂട്ടമേറ്റ് ആണ്. ഗ്ലൂട്ടമേറ്റ് ക്യാൻ ബി പോളിഗ്ലൂട്ടമേറ്റ്, ഒരു മിക്കവാറും ഒരു 5 or 6 ഗ്ലൂട്ടമേറ്റ് അതിന്റെ കൂടെ ഇങ്ങനെ നമുക്ക് കാണാം. ഫോളിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ ഉപയോഗിക്കുക അതല്ല. ശരീരത്തിലുള്ള നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാറില്ല, നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന. സോ വി ആർ ഡിപെൻഡന്റ് ഓൺ ഫുഡിൽ നിന്നാണ് നമുക്ക് ഫോളിക് ആസിഡ് നമുക്ക് കിട്ടുക. ഇത് ധാരാളമുള്ളത് ഫോളിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ എന്നാണ് അർത്ഥം. ഫോളിയ. സോ ഇലകൾ എന്ന് പറയുമ്പോൾ ഇലക്കറികൾ, പച്ചക്കറികൾ അല്ല, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സ്പിനാച്ച്, അതിനകത്തൊക്കെ ധാരാളമുണ്ട്. ദെൻ ലിവറിനകത്തുണ്ട്, എഗ്ഗിനകത്തുണ്ട്, മീറ്റിനകത്തുണ്ട്, ഈസ്റ്റ്. സോ ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് ഈ ഫോളിക് ആസിഡ് ഉണ്ട്. ഒരു മനുഷ്യന് ദിവസം എത്ര ഫോളിക് ആസിഡ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 200 ആണ് പറയുക. 200 മൈക്രോഗ്രാം പെർ ദിവസം നമുക്ക് വേണം. അപ്പോൾ നമ്മളൊരു 0.5 to ഒരു 2 മില്ലിഗ്രാം വരെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണത്തിൽ ഇത്രയൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് 1 മില്ലിഗ്രാം ആയാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടിക്കോളും. പക്ഷേ ഗർഭിണികൾ, ലാക്ടേറ്റിംഗ് മദേഴ്സ്, കുട്ടികൾ, ഇവർക്കൊക്കെ കൂടുതൽ വേണം. 400 to 800 മൈക്രോഗ്രാം അല്ലെങ്കിൽ 0.8 മില്ലിഗ്രാം എന്ന് നമുക്ക് പറയാം. ദിവസവും ആവശ്യമാണ്, കൂടുതൽ ആവശ്യമാണ്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഫോളിക് ആസിഡ് നമുക്ക് പോളിഗ്ലൂട്ടമേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ആൻഡ് ഇതിന്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ടെട്രാഹൈഡ്രോ ഫോളിക് ആസിഡ് ആണ്, ഫോളിക് ആസിഡിന്റെ ആക്റ്റീവ് ഫോം. ആൻഡ് ഫോളിക് ആസിഡ് അബ്സോർപ്ഷൻ നടക്കുന്നത് ജജ്ജനത്തിലാണ്, അപ്പർ ജജ്ജനത്തിലാണ് കൂടുതൽ. അപ്പർ ജജ്ജനം ആൻഡ് കുറച്ച് ഡിയോഡനം ഭാഗത്ത് നിന്ന് നടക്കും. ആൻഡ് ഭക്ഷണത്തിലെ ഫോളിക് ആസിഡ് വരുന്നത് മീഥൈൽ ടെട്രാഹൈഡ്രോ ഫോളിക് ആസിഡ് ആണ്. മീഥൈൽ ടെട്രാഹൈഡ്രോ ഫോളിക് ആസിഡ് ആയിട്ടാണ് ബ്ലഡിലൂടെ അങ്ങനെ പോവുക. ആൻഡ് ബ്ലഡിൽ ഫുള്ളി പ്രോട്ടീൻ ബോണ്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പാർട്ട്ലി പ്രോട്ടീൻ ബൗണ്ട് ആണ് മരുന്ന് അല്ലെങ്കിൽ മീഥൈൽ ടെട്രാഹൈഡ്രോ ഫോളിക് ആസിഡ്. അപ്പോൾ ഇത് സെല്ലിലേക്ക് കടക്കണമെങ്കിൽ സ്പെഷ്യൽ കാരിയേഴ്സ് ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഒരുപാട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പാസിവ് ഡിഫ്യൂഷൻ വഴി അത് അബ്സോർപ്ഷൻ നടക്കും. ആൻഡ് അധികം സ്റ്റോർ ചെയ്ത് വെക്കാറില്ല, എങ്കിലും ലിവറിൽ നിന്ന് വിടുന്നതും മീഥൈൽ ടെട്രാഹൈഡ്രോ ഫോളിക് ആസിഡ് ആയിട്ടാണ് ലിവറിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡിലേക്ക് വിടുക. ആൻഡ് ഇറ്റ് അണ്ടർഗോസ് എൻറ്ററോ ഹെപ്പാറ്റിക് റീസൈക്ലിംഗ് വിധേയമാവുന്ന സംഭവമാണത്. സാധാരണ എക്സ്ക്രീഷൻ ഇതിന് കുറവാണ്. പുറമേ നിന്ന് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഫോളിക് ആസിഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു 50 to 90% അത് പുറത്തേക്ക് യൂറിനിലൂടെ പുറത്തേക്ക് പോകും, എക്സ്ക്രീറ്റ് ചെയ്യും. ഇനി എന്താണ് ഫോളിക് ആസിഡിന്റെ റോൾ എന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് വെച്ചാൽ ഫോളിക് ആസിഡ് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഡോണർ ആണ്. ഇത് നമ്മൾ ഓൾറെഡി വൈറ്റമിൻ B12 നമ്മൾ പറഞ്ഞു. ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ്, അതിൽ നിന്ന് മീഥൈൽ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആകണം, ദെൻ അത് തിരിച്ച് വീണ്ടും ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആണ്. സോ ഈ മീഥൈൽ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള കളിയാണ്. സോ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് യുറാസിലിനെ തൈമിഡിൻ ആകാൻ. യുറാസിൽ RNA-ലാണ്, തൈമിഡിൻ DNA-യിലാണ്. സോ തൈമിഡിൻ DNA ഉണ്ടാവണമെങ്കിൽ അപ്പോൾ DNA-യിലെ പ്യൂരിൻ, പിരിമിഡിൻസ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ, തൈമിഡിൻ പ്രധാനമായിട്ട് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഫോളിക് ആസിഡ് കിട്ടിയേ പറ്റൂ. ഫോളിക് ആസിഡ് ഇല്ലെങ്കിൽ അപ്പോൾ DNA ഉണ്ടാക്കൽ നിൽക്കും. സോ ന്യൂക്ലിയോടൈഡ് സിന്തസിന് ഫോളിക് ആസിഡ് വേണം. അപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 ആകാനായിട്ട് നമുക്ക് DNA അത്യാവശ്യമാണ്. സോ ഇവിടെ ന്യൂക്ലിയോടൈഡ്സ് ഇല്ലെങ്കിൽ പണിയടക്കില്ല. അങ്ങനെയാണ് ഫോളിക് ആസിഡ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ സെൽ ഡിവിഷൻ. സോ സെൽ ഡിവിഷൻ തടയാനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെ ക്യാൻസർ, അമിതമായിട്ടുള്ള സെൽ ഡിവിഷൻ, ക്യാൻസർ തടയാൻ മെത്തോട്രക്സേറ്റ് എന്ന് പറയുന്ന മരുന്ന് ഫോളിക് ആസിഡിനെ തടയുന്ന മരുന്നാണ്. ദെൻ ബാക്ടീരിയയിലാണെങ്കിൽ ബാക്ടീരിയയിൽ നമ്മൾ ആന്റിബയോട്ടിക് ആയിട്ട് സൾഫോണാമൈഡ് ഗ്രൂപ്പ് ഓഫ് ആന്റിബയോട്ടിക്, സോ അതും ഫോളിക് ആസിഡിനെ തടയുന്നു. ദെൻ ഫോളിക് ആസിഡ് ഇല്ലെങ്കിൽ RBC എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ RBC മെച്യൂർ ആകില്ല. മെച്യൂർ ആകാത്ത RBC എന്ന് പറയുമ്പോൾ RBC ആദ്യം ഉണ്ടാകുമ്പോൾ വലുതായിരിക്കും, അല്ലെ, ഇതായിരിക്കും RBC. പിന്നീടാണ് അത് ചെറുതായിട്ട് 7 മൈക്രോൺ സൈസ് ഒക്കെ ആയിട്ട് മാറും. സോ ബ്ലഡിനകത്തേക്ക് വലിയ RBC വന്നു കഴിഞ്ഞാൽ ബ്ലഡിൽ വലിയ RBC ആയിരിക്കും. അപ്പോൾ വലുതിനെ നമ്മൾ മെഗാ എന്നാണ് വിളിക്കുക. പക്ഷേ മെച്യൂർ അല്ലാത്തതെല്ലാം ബ്ലാസ്റ്റ് ആണ്. ഇത് സൈറ്റ് ആണ്, ഇത് ബ്ലാസ്റ്റ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയും. വലിയ സെല്ലൊക്കെയാണ്, പക്ഷേ ഫങ്ഷനിങ് ഒന്നുമില്ല. മെച്യൂർ ആയിട്ടുള്ള ആൾ പെരുമാറുന്ന പോലെയല്ല, ഇമ്മെച്യൂർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിർത്താൻ ശേഷിയില്ലാത്ത ആളായിട്ടാണ്. സോ മെഗാലോബ്ലാസ്റ്റിക് ഉണ്ടാകുന്നത് ഫോളിക് ആസിഡ് മാത്രമല്ല, നമ്മൾ വൈറ്റമിൻ B12 കാര്യം പറഞ്ഞു, അപ്പോഴും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകും. സോ അതുകൊണ്ടാണ് നമ്മളിത് ഹീമാറ്റനിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ പ്രോട്ടീൻ ഉണ്ടാവാൻ അമിനോ ആസിഡ് വേണം. സോ പലതരം അമിനോ
ആസിഡ്സ് ഉണ്ടാകാനായിട്ട് നമുക്ക് ആര് വേണം? ഫോളിക് ആസിഡ് വേണം. ഉദാഹരണത്തിന് ഹോമോസിസ്റ്റിനെ നമുക്ക് മെത്തിയോണിൻ ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ സംഭവം സെറിനെ ഗ്ലൈസീൻ ആക്കണമെങ്കിൽ നമുക്കിത് വേണം. ദെൻ ഹിസ്റ്റിഡിനെ മെത്തിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത്. സോ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പല പ്രോട്ടീൻ സിന്തസിസും നമുക്ക് ആവശ്യമാണ്. ദെൻ അസ്കോർബിക് ആസിഡ് ഫോളിക് ആസിഡിനെ റെഡ്യൂസ്ഡ് ഫോമിൽ നിലനിർത്തുന്നതാണ്. അസ്കോർബിക് ആസിഡ് നമുക്കറിയാം വൈറ്റമിൻ സി ആണ്. സോ അങ്ങനെ ഫോളിക് ആസിഡിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ദിസ് അസ്കോർബിക് ആസിഡ്. ഇനി എന്തുകൊണ്ടാണ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി വരിക എന്ന് പറഞ്ഞത്? അത് B12 നമ്മൾ പറഞ്ഞ സെയിം കാരണങ്ങളാണ്. ഒന്ന് ഇൻഅഡ്യൂക്കേറ്റ്, നമ്മൾ കഴിക്കുന്നത് കുറവാണ്. ഇൻഅഡ്യൂക്കേറ്റ് ഡയറ്ററി ഇൻടേക്ക് മൂലമായിരിക്കും ഒരു സംഭവം ഉണ്ടാകും. രണ്ടാമത് വരാനുള്ള ചാൻസ് എന്തായിരിക്കും? കഴിക്കുന്നുണ്ട് പക്ഷേ അത് അബ്സോർബ് ചെയ്യുന്നില്ല. അപ്പോൾ മാൽ അബ്സോർപ്ഷൻ ആണ്, കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല. GI പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കുറവായിരിക്കും. ദെൻ ബിലിയറി ഫിസ്റ്റുല മൂലം വരാം. കാരണം ഇതെന്ന് പറഞ്ഞാൽ എൻട്രോഹെപ്പാറ്റിക് റീസൈക്ലിംഗ്. സോ ബൈലൊക്കെ അത്യാവശ്യമാണ്. ബൈലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിന്റെ അബ്സോർപ്ഷനൊക്കെ പോകും, നഷ്ടപ്പെടും. ദെൻ ക്രോണിക് ആൽക്കഹോളിക്സിൽ എന്താ പ്രശ്നം? ക്രോണിക് ആൽക്കഹോളിക്സിൽ ലിവറിൽ നിന്ന് മീഥൈൽ ടെട്രാഹൈഡ്രോഫോളേറ്റ് ആയിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് തടയുന്നു. സോ അതുകൊണ്ട് ലിവർ തകരാറുണ്ടാകുന്നു, അതുകൊണ്ട് റിലീസ് തടയപ്പെടുന്നുണ്ട്. ദെൻ പിന്നെ ഒരു പ്രശ്നം ഇൻക്രീസ്ഡ് ഡിമാൻഡ് ആണ്. ആവശ്യത്തിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രഗ്നൻസി, ലാക്ടേഷൻ അല്ലെങ്കിൽ ഹീമോഫീലിയ, സോ ഇങ്ങനെയൊക്കെയുള്ള പല അസുഖങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ഡിമാൻഡ് വരുന്നു. അത്രയും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി അനീമിയ വരും. ഇനി ആറാമത്തെ ഫാക്ടർ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആണ്. ചില മരുന്നുകൾ കഴിക്കുന്നത് മൂലം നമുക്ക് ഫോളിക് ആസിഡ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരും. ഏറ്റവും ഫേമസ് ആന്റി എപ്പിലെപ്റ്റിക് മരുന്നാണ് നമ്മൾ ഫേമസ് മരുന്ന് ഫെനിറ്റോയിൻ ആണ്. ഫെനിറ്റോയിൻ അത് ഉണ്ടാക്കും നമുക്കറിയാം. ദെൻ ഫിനോബാർബിറ്റോണും ഇതുണ്ടാകും. സോ ഇവിടെയൊക്കെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകും എന്നുള്ളതാണ്. സോ നമ്മൾ വൈറ്റമിൻ B12 വീഡിയോയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഏകദേശം അതും കുറച്ച് എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ പറയാം. സോ 2 കുറഞ്ഞാലും, ഫോളിക് ആസിഡ് കുറഞ്ഞാലും വൈറ്റമിൻ B12 ഇത് കുറഞ്ഞാലും 2 കുറഞ്ഞാലും നമുക്ക് എന്തുണ്ടാകും? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ നമുക്കുണ്ടാകും. സോ രക്തത്തിൽ നമ്മൾ പറഞ്ഞു ഫോളിക് ആസിഡ് വരുന്നത് മീഥൈൽ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആൻഡ് ഇത് നമുക്ക് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആയിട്ട് മാറണം, അല്ലെങ്കിൽ മാറും. അപ്പോൾ ഇതിൽ നിന്ന് മീഥൈൽ ഗ്രൂപ്പ് പോകുന്നുണ്ട്. ഈ മീഥൈൽ ഗ്രൂപ്പ് ആർക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ അതാണ് നമ്മൾ ഹോമോസിസ്റ്റിനെ നമ്മൾ മെത്തിയോണിൻ ആക്കാൻ നേരത്ത് കൊടുക്കുന്നത് ഈ മീഥൈൽ ഗ്രൂപ്പാണ്. പക്ഷേ ഈ മീഥൈൽ ഗ്രൂപ്പ് നേരത്തെ ഇങ്ങോട്ട് കൊടുക്കുകയല്ല. ഇടയിൽ ഒരാളുണ്ട്, അയാളുടെ പേരാണ് വൈറ്റമിൻ B12. സോ അപ്പോൾ ആദ്യം നമ്മൾ മീഥൈൽ വൈറ്റമിൻ B12 ആക്കി ഈ മീഥൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് കൊടുത്ത് അവയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഹോമോസിസ്റ്റിൽ നിന്ന് മെത്തിയോണിൻ ആക്കാനായിട്ട് കൊടുക്കും. സോ അപ്പോൾ നമുക്ക് 2 ആൾക്കാരും ഇതിനിടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാലും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരുന്നത്. ദെൻ ഫോളിക് ആസിഡ് കുറഞ്ഞാലും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരും. സോ ഭക്ഷണത്തിൽ അപ്പോൾ ഫോളിക് ആസിഡ് ഇല്ലെങ്കിലോ, ഭക്ഷണത്തിൽ ഫോളിക് ആസിഡ് ഇല്ലെങ്കിൽ നമുക്ക് ഈ മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കാൻ പറ്റില്ല. ദർ വിൽ ബി നോ മെത്തിയോണിൻ, അല്ലെങ്കിൽ ഫോളിക് നമ്മുടെ RBC മെച്ചർ ആകും. ഇനി വൈറ്റമിൻ B12 ഇല്ലെങ്കിലോ, വൈറ്റമിൻ B12 ഇല്ലെങ്കിൽ ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മീഥൈൽ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ഇങ്ങനെ തന്നെ അവിടെ കിടക്കും അല്ലെ. ധാരാളമായിട്ട് മീഥൈൽ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ഇങ്ങനെ കിടക്കുന്നതിന് നമ്മൾ മീഥൈൽ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ട്രാപ്പ് എന്നാണ് നമ്മൾ വിറ്റമിൻ B12 പറഞ്ഞു. സോ ഇത് രണ്ടും ഒരുമിച്ച് കിടക്കണം. അപ്പോൾ ഓരോന്നില്ലെങ്കിലും നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകും. കാരണം റെഡ് സെൽസ്, എർത്രോസൈറ്റ്സ് മെച്ചുറേഷൻ നടക്കാൻ ഈ സ്റ്റെപ്പുകളെല്ലാം നടന്നേ പറ്റും. ഇനി ഫോളിക് ആസിഡ് കുറവ് മൂലം പിന്നെ ഉണ്ടാകാവുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ പ്രധാനമായിട്ടും ഗ്ലോസൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ് ആണ്. എൻറ്ററൈറ്റിസ് ഉണ്ടാക്കാം എന്ന് വെച്ചാൽ GI സെല്ലുകളുടെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ദെൻ ഗർഭസ്ഥ ശിശുവിന്റെ ന്യൂറൽ ട്യൂബിന്റെ വളർച്ചയിൽ വളരെ ഇമ്പോർട്ടന്റ് റോളാണ് ദിസ് ഫോളിക് ആസിഡ്. സോ ഇതില്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാകും. ഉദാഹരണം പൈന ബൈഫിഡ പോലെയുള്ള പ്രശ്നങ്ങൾ ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകും. സോ 2 സംഭവങ്ങൾ, ആന്റീരിയർ ആൻഡ് ഓൾസോ പോസ്റ്റീരിയർ ന്യൂറോഫോർസ് അടയുന്നത് കുട്ടികളിൽ ഗർഭകാലത്ത് 23-26 ദിവസങ്ങളിലാണ്. ആന്റീരിയർ പോർ 23-നും 26-നൊക്കെയാണ് അടയുന്നത്. സോ അപ്പോൾ അത് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ന്യൂറോളജിക്കൽ സിംറ്റംസ്, സ്പൈന ബൈഫിഡ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ദെൻ ഫോളിക് ആസിഡ് ഇല്ലെങ്കിൽ ജനറൽ ഒരു ക്ഷീണം, വെയിറ്റ് ലോസ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ശരീരത്തിലുണ്ടാകും. ഇവിടെ നമ്മൾ പറഞ്ഞു ഹോമോസിസ്റ്റിൻ മെത്തിയോണിൻ ആയില്ലെങ്കിൽ ദിസ് വിൽ ഇൻക്രീസ്. ഹോമോസിസ്റ്റിൻ കൂടുമ്പോൾ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് റിലീസ് ചെയ്യുന്നത് കൂടും. സോ അങ്ങനെ ചില അതീറോസ്ക്ലീറോസിസ് ഉണ്ടാകാനുള്ള ചാൻസും ഫോളിക് ആസിഡ് ഇല്ലായ്മ മൂലം ഉണ്ടായേക്കാം. ഇനി ഫോളിക് ആസിഡ് മാത്രമായിട്ട് നമുക്ക് സാധാരണ 5 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ്സ്, ഗുളികകൾ നമുക്ക്, ബാക്കി ലിക്വിഡ് പ്രിപ്പറേഷൻസ് ആൻഡ് അതേഴ്സ് എല്ലാം ഫോളിക് ആസിഡ് ഒറ്റയ്ക്കായിരിക്കില്ല. മിക്കവാറും കോമ്പിനേഷൻസ് വിത്ത് അതർ വൈറ്റമിൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കും. സാധാരണ രീതിയിൽ നമുക്ക് ഓറലായിട്ട് കഴിച്ചാൽ മതി, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നോളും.
പക്ഷേ GI പ്രശ്നങ്ങളുള്ള ആൾക്കാർ, മാലബ്സോർഷൻ ഉണ്ടെങ്കിൽ, സിവിയർലി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം നമുക്കിതിൻ്റെ യൂസസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലാണെന്ന് പറഞ്ഞു. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയിലാണെങ്കിൽ ഒരു 2 to 5 milligram നമ്മൾ ഡെയിലി കൊടുക്കുക. തടയാൻ പ്രൊഫൈലാക്സ് ആണെങ്കിൽ അത്രയും കൊടുക്കണ്ട, എങ്കിലും ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, കുട്ടികൾ, അവരിലൊക്കെ നമുക്ക് സ്ഥിരം കൊടുത്തുണ്ട്. ദെൻ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ നമ്മൾ ഒരിക്കലും ഫോളിക് ആസിഡ് മാത്രമായിട്ട് കൊടുക്കരുത്. കാരണം ഫോളിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ അനീമിയ ഒക്കെ ആകും, പക്ഷേ ന്യൂറോജനിക് പ്രശ്നങ്ങൾ എവിടെ നിന്നുണ്ടാകുന്ന ബിക്കോസ് ഓഫ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. ഇത് മൊത്തം ഫോളിക് ആസിഡിന് കൊടുത്തു കഴിയുമ്പോൾ ഫോളിക് ആസിഡ് മൊത്തം എറിത്രോപോയിസിന്റെ സ്റ്റെപ്പുകളിലേക്ക് കൂടുതൽ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വൈറ്റമിൻ B12ന്റെ പ്രശ്നങ്ങൾ എവിടെയായിരുന്നു? അത് മൈലിനേഷൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. സോ മൈലിനേഷൻ ഉണ്ടാക്കുന്നതൊക്കെ കുറയും. സോ അതുകൊണ്ട് ന്യൂറോളജിക്കൽ ഡെഫിഷ്യറ്റ് വിൽ ഇൻക്രീസ്, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിഫക്ട്സ് കൂടുകയും ഈ കാര്യങ്ങൾ ശരിയാവുകയും ചെയ്യും. സോ നെവർ ഗീവ് ഫോളിക് ആസിഡ് അലോൺ, ഓൾവേസ് കമ്പൈൻ വിത്ത് വൈറ്റമിൻ B. അതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ സിവിയർ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയയിലും നമ്മൾ ഫോളിക് ആസിഡ് കൊടുക്കും. പെർനീഷ്യസ് അനീമിയയിൽ നമുക്ക് കൊടുക്കാം. ഹീമോലിറ്റിക് അനീമിയ, അങ്ങനെയൊക്കെയുള്ള അനീമിയാസിൽ നമുക്ക് കൊടുക്കാം. ദെൻ ആന്റി എപ്പിലെപ്റ്റിക് മരുന്നുകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിനറ്റോയിൻ, ഫിനോബാർബിറ്റോൺ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ കുറഞ്ഞ രീതിയിൽ, വളരെ ഉയർന്ന ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ മരുന്നിന്റെ ലാർജ് ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ മരുന്നിന്റെ എഫക്റ്റ് കുറയും. പക്ഷേ എങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇത് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ നമുക്ക് കൊടുക്കും. ഗർഭിണികളിൽ സാധാരണ നമുക്ക് വേണ്ടത് 1 milligram അല്ലെ, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെ കുറക്കാനായിട്ട് വേണം. സാധാരണ 5 milligram ടാബ്ലറ്റ്സ് ഒക്കെ ഗർഭകാലത്ത് കഴിക്കുന്നുണ്ടാവും. ദെൻ പിന്നെ നമുക്ക് കൊടുക്കാവുന്നത് മെത്തോട്രക്സേറ്റിന്റെ ടോക്സിറ്റി വന്നു കഴിഞ്ഞാൽ, മെത്തോട്രക്സേറ്റ് നമ്മൾ 2 രീതി കൊടുക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലോ ഡോസിൽ കൊടുക്കുന്നുണ്ട്. ലോ ഡോസ് മെത്തോട്രക്സേറ്റ് നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട്, അവിടെ ഇപ്പോൾ പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഫോളിക് ആസിഡ് കൊടുക്കും. പക്ഷേ മെത്തോട്രക്സേറ്റ് ക്യാൻസറിന് കൊടുക്കുന്നത് ഉയർന്ന ഡോസിലാണ്. വളരെ ഉയർന്ന ഡോസിലൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫോളിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കില്ല. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് ഫോളിക് ആസിഡ് അല്ല, ഫോളിനിക് ആസിഡ് എന്ന് പറയുന്ന മരുന്ന്. ഫോളിനിക് ആസിഡ് തന്നെ കൊടുക്കണം. ഫോളിനിക് ആസിഡ് എന്ന് വെച്ചാൽ 5-formyl ടെട്രാ ഹൈഡ്രോ ഫോളിക് ആസിഡ്. സോ ഇതിൽ നിന്ന് നമുക്ക് മീഥൈൽ ടെട്രാ ഹൈഡ്രോ ഫോളിക് ആസിഡ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ആ മീഥൈൽ ഗ്രൂപ്പ് നമുക്ക് എന്തിനു കൊടുക്കാൻ പറ്റും? യൂറിഡിനെ നമുക്ക് തൈമിഡിനാക്കി മാറ്റാനായിട്ട് പറ്റും. സോ സാധാരണ സെല്ലുകൾക്കൊക്കെ ഇത് മതിയാകും. ക്യാൻസർ സെല്ലിന് അത് പോരായുകയും ചെയ്യും, തികയത്തില്ല. അപ്പോൾ നമ്മുടെ സാധാരണ സെല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളിനിക് ആസിഡ് റെസ്ക്യൂ നമ്മൾ കൊടുക്കുക. ഫോളിനിക് ആസിഡിന് വേറെ പേരുണ്ട്, സിട്രോവേറം ഫാക്ടർ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, കാൽഷ്യം ലൂക്കോവെറിൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഒരു 3 milligram IV ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഫോളിനിക് ആസിഡ് ഈസ് എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഫോളിനിക് ആസിഡിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മെത്തോട്രക്സേറ്റ് എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ 5-fluorouracilന്റെ കാര്യത്തിൽ. സോ അടുത്ത ഉപയോഗം 5-fluorouracilന്റെ ആക്ഷൻ. ഇത് ആന്റി ക്യാൻസർ മരുന്നാണ്. അതിന്റെ ഗുണം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ഫോളിനിക് ആസിഡ് കൂടെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് GI ക്യാൻസറിലൊക്കെ കൊടുക്കുന്ന ഫോളിഫ്രീ അല്ലെ, ഫോളിഫിറി എന്ന് പറയുന്ന, ഇതിനകത്ത് ഫോളി മീൻസ് ഫോളിനിക് ആസിഡ് ആണ്, EF മീൻസ് 5-fluorouracil ആണ്, ഇത് ഇർണോട്ടിക്കാനാണ്. സോ അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ് ഓർ റെജിംസ് അതിനകത്തൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇതിന് ടോക്സിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ടോക്സിറ്റി ഒന്നുമില്ല. പക്ഷേ ഇഞ്ചക്ഷൻ ചിലപ്പോഴെങ്കിലും ചില അപൂർവമായിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടായെങ്കിൽ ഉണ്ടായി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫോളിക് ആസിഡ് ആൻഡ് ഹിമാറ്റനിക്സ്. സോ അപ്പോൾ നമുക്ക് ഇനി പറയേണ്ടത് അടുത്ത ഗ്രൂപ്പ് ഓഫ് മരുന്നാണ് എറിത്രോപോയിറ്റ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.